ഹലോ, അസ്സാം വലൈക്കും. 2026 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ജൂലൈ 31 വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്ന തീയതി. ഹജ്ജ് കമ്മിറ്റി മുഖേന നേരത്തെ ഹജ്ജിന് പോകാത്തവർക്ക് മാത്രമായിരിക്കും അവസരം ലഭിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെയും സുവിധ മൊബൈൽ ആപ്പിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജൂലൈ 31 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. സാധാരണ പോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ 65 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമായി റിസർവ്ഡ് കാറ്റഗറി ഉണ്ടായിരിക്കും. അതുപോലെ സ്ത്രീകൾക്ക് മാത്രമായി ലേഡീസ് വിത്തൗട്ട് മെഹ്റം കാറ്റഗറിയും ഉണ്ടായിരിക്കും. ഇതിൽ 65 വയസ്സ് കഴിഞ്ഞവരുടെ കൂടെ 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു സഹായി നിർബന്ധമായിരിക്കും. അതുപോലെ തന്നെ ലേഡീസ് വിത്തൗട്ട് മെഹ്റം ഗ്രൂപ്പിൽ 65 വയസ്സ് കഴിഞ്ഞവരുടെ കൂടെയും 45 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു സഹായി ആവശ്യമായിരിക്കും. ഒരു കവറിൽ പരമാവധി 5 ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്നോ ഗ്രൂപ്പിൽ നിന്നോ 5-ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവർ 2 കവറിലായി അപേക്ഷിക്കേണ്ടി വരും. അപേക്ഷകരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പാസ്പോർട്ടിൻ്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും പേജ് അപ്ലോഡ് ചെയ്യണം. ബാങ്ക് ഡീറ്റെയിൽസ് തെളിയിക്കുന്നതിന് വേണ്ടി ക്യാൻസൽഡ് ചെയ്ത ഒരു ചെക്ക് ലീഫിൻ്റെ കോപ്പി, പാസ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമായി അഡ്രസ്സ് ഉള്ളവർക്ക് അഡ്രസ്സ് തെളിയിക്കുന്നതിനുള്ള മറ്റെന്തെങ്കിലും രേഖ മുതലായവ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇത്തവണ പ്രധാനമായുള്ള മറ്റൊരു മാറ്റം 20 ദിവസത്തേക്ക് മാത്രമായി ഹജ്ജ് കമ്മിറ്റി ഒരു ലക്ഷറി പാക്കേജ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഏകദേശം 1.5 ലക്ഷം ഉറുപ്പിക കൂടുതലായിരിക്കും. ലക്ഷറി പാക്കേജ് ആയതുകൊണ്ട് ഹറമിൻ്റെ അടുത്തുള്ള ഹോട്ടലുകളിൽ താമസ സൗകര്യം ലഭിക്കാനാണ് സാധ്യത. ഇവർക്ക് മദീനത്ത് 3 ദിവസം മാത്രമായിരിക്കും അവസരം ലഭിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ലക്ഷറി പാക്കേജ് ആവശ്യമുള്ളവർക്ക് ആ കോട്ട ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിൽ അവരെ തിരഞ്ഞെടുക്കാതെ വരികയാണെങ്കിൽ അവർക്ക് സാധാരണ ഗ്രൂപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതാണ്. എന്നാൽ ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിച്ചവർക്ക് ലക്ഷറി പാക്കേജിലേക്ക് മാറാൻ അവസരം ലഭിക്കുന്നതല്ല. ഹജ്ജിന് ആകെ എത്ര സംഖ്യ ചിലവാകും, ഏതെല്ലാം രീതിയിലാണ് പൈസ അടയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നറുക്കെടുപ്പിന് ശേഷം ആയിരിക്കും ഹജ്ജ് കമ്മിറ്റി അറിയിക്കുന്നത്. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ.